ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് അച്ചു സ്പിരിച്വൽ ജേർണി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് എതിരെയായിട്ട് പ്ലാൻ ചെയ്യുന്ന ആൾക്കാരുടെ ആ ഒരു പ്ലാനിങ് എങ്ങനെയാണ് നിങ്ങൾക്ക് ഫേവറായി മാറുന്നത് എന്ന് നോക്കാനാണ്. ഇപ്പോൾ റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം. ഏതൊരു വ്യക്തി നിങ്ങളെ അവരുടെ കാൽ കീഴിൽ കൊണ്ടുവരുവാൻ ആഗ്രഹിച്ചു, അതായത് അവർ എങ്ങനെയെങ്കിലും നിങ്ങളെ തകർക്കുവാൻ ആഗ്രഹിച്ചു. നിങ്ങൾ അവരുടെ കാലിൻ്റെ കീഴിൽ കിടന്ന് അവരോട് ഓരോ കാര്യത്തിനു വേണ്ടി യാചിക്കണം. അതായിരുന്നു അവരുടെ ആഗ്രഹം. അവർ ആഗ്രഹിച്ചത് നിങ്ങളുടെ കോൺഫിഡൻസിനെ തകർക്കണം, നിങ്ങളുടെ ലൈഫിനെ സ്പോയിലാക്കണം. ഇതായിരുന്നു അവർ ആഗ്രഹിച്ചത്. അവർ നിങ്ങളുടെ ലൈഫിനെ അവരുടെ കൺട്രോളിൽ കൊണ്ടുവരുവാൻ തീരുമാനിച്ചു. നിങ്ങളെ പൂർണ്ണമായിട്ടും തകർക്കണം. അതായിരുന്നു അവരുടെ ആഗ്രഹം. പക്ഷേ ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേരത്തെ അറിയാം. നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ കൈവച്ച് ചോദിച്ചു നോക്കൂ, ഞാൻ പറയുന്നത് സത്യമല്ലേ? നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ നേരത്തെ അറിയില്ലായിരുന്നോ? നിങ്ങളിപ്പോൾ ഈ റീഡിംഗ് കാണുമ്പോൾ ചില വിരലിൽ എണ്ണാവുന്ന ആൾക്കാർ നിങ്ങളുടെ കൺമുന്നിൽ ഇപ്പോൾ വരുന്നുണ്ടാകും. അവരുടെ ആ ഒരു മുഖം നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ തെളിഞ്ഞു വരുന്നുണ്ടാകും. ഒരു വ്യക്തി നിങ്ങളെ ഭയങ്കരമായിട്ട് വളരെയധികം ഗഹനമായിട്ട് അവലോകനം ചെയ്തിട്ടുണ്ട്. അതായത് നിങ്ങളെ നല്ല രീതിയിൽ പഠിച്ചു വച്ചിട്ടുണ്ട്. എങ്ങനെ ഏത് രീതിയിൽ കൂടെ പോയാലാണ് നിങ്ങളെ എവിടെയെങ്കിലും തടസ്സപ്പെടുത്താൻ സാധിക്കുക, നിങ്ങളുടെ വളർച്ചയെ തടസ്സപ്പെടുത്താൻ സാധിക്കുക, നിങ്ങളുടെ ലൈഫിനെ സ്പോയിലാക്കാൻ പറ്റുക, ഇവരുടെ കൺട്രോളിൽ നിങ്ങളെ കൊണ്ടുവരിക, ഇതെല്ലാം എങ്ങനെയെങ്കിലും നിങ്ങളെ തകർക്കണം. ഇതായിരുന്നു ഇവരുടെ ആഗ്രഹം. അതിനുവേണ്ടി നിങ്ങളെ നല്ല രീതിയിൽ പഠിച്ച ഒരു വ്യക്തി ഉണ്ടായിരുന്നു നിങ്ങളുടെ ലൈഫിൽ. കാരണം ഇവർക്ക് നിങ്ങളുടെ സ്വഭാവം, നിങ്ങളുടെ പെരുമാറ്റം എല്ലാം A to Z കാര്യങ്ങൾ ഇവർക്കറിയാം. ഒരു വ്യക്തി ചിലപ്പോൾ നിങ്ങളോട് വളരെ കുറച്ച് മാത്രമായിരിക്കും സംസാരിക്കുന്നത്, പക്ഷേ അവർ നിങ്ങളെ നല്ലതായിട്ട് ഒബ്സർവ് ചെയ്യുന്നുണ്ടാകും, നിങ്ങൾ എങ്ങനെയാണ് ഏതാണ് എന്നുള്ള കാര്യം. ഒരു വ്യക്തി നിങ്ങളെ എപ്പോഴും നോട്ടീസ് ചെയ്തുകൊണ്ടേയിരുന്നു. ഓരോ സിറ്റുവേഷനിലും നിങ്ങൾ എന്ത് ആക്ഷനാണ് എടുക്കുന്നത് എന്ന് നോക്കിക്കൊണ്ട്. എവിടെയാണ് നിങ്ങൾ തകർന്നു പോകുന്നത്, എവിടെയാണ് നിങ്ങൾക്ക് ദേഷ്യം വരുന്നത്, നിങ്ങളുടെ കുറവുകൾ എന്താണ്, എല്ലാ കാര്യവും ഇവർ ഒബ്സർവ് ചെയ്ത് വച്ചു. നിങ്ങളുടെ കൂട്ടുകെട്ട്, ആരുമായിട്ടാണ് നിങ്ങൾ നല്ല രീതിയിൽ സംസാരിക്കുന്നത്, A to Z എല്ലാ കാര്യങ്ങളും ഇവർ പഠിച്ചു. പക്ഷെ നിങ്ങൾക്കിതൊക്കെ ഇപ്പോൾ നോട്ടീസ് ആവുന്നത് ഇപ്പോഴാണ്. കാരണം ഈ ഒരു വ്യക്തി നിങ്ങൾക്കെതിരായിട്ട് പ്ലാനിങ് ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങൾക്കിപ്പോഴാണ് മനസ്സിലായത്. കുറേ വർഷത്തെ ഒരു കഠിനാധ്വാനം ആണ് നിങ്ങളെ തകർക്കുവാൻ വേണ്ടി ഇവർ പ്രയോഗിച്ചത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് എത്രയോ വർഷം കൊണ്ട് ഇവർ പ്ലാൻ ചെയ്തിരിക്കുന്നു നിങ്ങളെ എങ്ങനെയെങ്കിലും തകർക്കണമെന്ന്. ഈ ഒരു വ്യക്തി നിങ്ങളുടെ എന്താണ് നല്ല കാര്യങ്ങൾ അതിനെയെല്ലാം നിങ്ങളുടെ മോശം കാര്യമാക്കി മാറ്റുവാൻ ശ്രമിച്ചു. അതായത് നിങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ മോശമാക്കാൻ വേണ്ടി ഇവർക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ഇവർ ചെയ്തു. ഇവർ വിചാരിക്കുന്നത് ഇവർ നിങ്ങൾക്കെതിരെ പ്ലാനിങ് ചെയ്ത് നിങ്ങളെ തകർത്താൽ ഇവർക്ക് ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു വ്യക്തിയായി മാറാം എന്നാണ്. അതായത് നിങ്ങളെ തകർത്തിട്ട് അവർക്ക് സക്സസ്ഫുൾ ആവണം. ഇവർ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട് നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി. പക്ഷേ നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ ഇവരെ കൊണ്ട് സാധിച്ചില്ല. അപ്പോൾ ഇവർക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു, എങ്ങനെയെങ്കിലും നിങ്ങളെ തകർക്കണം. ഇവരെപ്പോഴൊക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വിഷമങ്ങൾ തരുമോ അപ്പോഴെല്ലാം ദൈവം നിങ്ങളെ സഹായിച്ച് ആ വിഷമമെല്ലാം സന്തോഷമാക്കി മാറ്റുന്നു. നിങ്ങൾക്ക് ഈ ഒരു വ്യക്തി തരുന്ന ആ ഒരു പ്രശ്നത്തിൽ നിന്ന് നിങ്ങൾ പുറത്തു വരുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാകുന്നത് ഏതോ ഒരു വ്യക്തി എനിക്കെതിരെ പ്ലാൻ ചെയ്യുകയാണ്, പക്ഷേ ദൈവം എന്നെ അതിൽ നിന്ന് സംരക്ഷിച്ച് പുറത്തു കൊണ്ടുവന്നു എന്ന്. ആ ഒരു കാര്യം ഞാൻ പറഞ്ഞത് ശരിയല്ലേ? പല പ്രാവശ്യവും നിങ്ങൾക്ക് തോന്നാറില്ലേ നിങ്ങളെ ആരോ സംരക്ഷിക്കുന്നുണ്ട് എന്ന്? കൂടാതെ ആരോ നിങ്ങൾക്കെതിരെ പ്ലാനിങ്ങും ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നാറില്ലേ? ദൈവം, അതായത് യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെയുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഒന്നും സംഭവിക്കാതെ നിങ്ങളെ ഇങ്ങനെ കാത്ത് സംരക്ഷിക്കുന്നത്. കാരണം ഒരു വ്യക്തി വിചാരിച്ചെന്നും പറഞ്ഞ് നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ സാധിക്കത്തില്ല. നിങ്ങളുടെ നല്ല കാര്യങ്ങളെ ഒന്നും തടസ്സപ്പെടുത്താൻ അവരെ കൊണ്ട് സാധിക്കത്തില്ല. ഇവിടെ നിങ്ങൾക്കെതിരെ എത്ര തടസ്സങ്ങൾ വന്നാലും നിങ്ങൾ ഒരു ലയണിനെ പോലെ നിൽക്കുന്നു അതിനെയെല്ലാം നേരിട്ട് കൊണ്ട്. അതാണ് നിങ്ങളുടെ ആ ഒരു പവർ. നിങ്ങളുടെ ഒരു ഗർജനം മതി ആ ഒരു തടസ്സങ്ങളെല്ലാം ഓടിപ്പോകാൻ. ഇവിടെ ഒരു വ്യക്തി സത്യസന്ധതയുടെ മാർഗത്തിൽ കൂടെയാണ് പോകുന്നത് എങ്കിൽ അവരെ സംരക്ഷിക്കാൻ ദൈവം ഉറപ്പായിട്ടും വരും. അനേകം ആൾക്കാർ അവരെ തടസ്സമായി നിന്നാലും ദൈവം ആരെങ്കിലും ഒരാളെ അവരുടെ ജീവിതത്തിലേക്ക് അയക്കും അതിൽ നിന്ന് പുറത്തു വരുവാനായിട്ട്. ഇവിടെ നിങ്ങൾ സത്യത്തിൻ്റെ മാർഗത്തിൽ കൂടെ പോകുന്നവരായതുകൊണ്ട് തന്നെ എത്ര മോശം ആൾക്കാർ വന്നാലും നിങ്ങൾ അവരെല്ലാം നേരിടുന്നു. അപ്പോൾ ഇനി നിങ്ങൾ ഇവരെ കണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. ഒരു വ്യക്തി അങ്ങനെ ആയെന്ന് പറഞ്ഞ് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. നമുക്ക് നമ്മുടെ മാർഗമുണ്ട്, നേരായ മാർഗം. ആ മാർഗത്തിൽ കൂടെ നമ്മൾ പോകുക. നമ്മളെ സംരക്ഷിക്കാൻ ദൈവമുണ്ട്.
ഇവർ എത്ര തന്നെ പ്ലാനിങ് ചെയ്യട്ടെ, നിങ്ങൾക്ക് ഒരു നിമിഷം മതി അവരുടെ പ്ലാനിങ്ങിനെ എല്ലാം വിഫലമാക്കാൻ. അപ്പോൾ ഇവർക്ക് ഇത്തിരി കൂടെ ദേഷ്യം വരും നിങ്ങളോട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്ര ശത്രുക്കൾ. കാരണം നിങ്ങൾ ശത്രുക്കളുടെ പ്ലാനിങ് എല്ലാം വിഫലമാക്കുന്നു. അത് കാരണം നിങ്ങൾക്ക് ശത്രുക്കൾ കൂടുതലാണ്, മിത്രങ്ങൾ കുറവുമാണ്. തെറ്റായ കർമ്മങ്ങൾ ചെയ്യുന്ന ആൾക്കാരുമായിട്ട് ഒരു മിത്രതയും സൂക്ഷിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയുള്ള ഫ്രണ്ട്സ് ഇല്ലെങ്കിലും നമുക്ക് ഒരു കുഴപ്പവുമില്ല. ഇവിടെ ഈ ഒരു വ്യക്തി നിങ്ങളുടെ ഇമേജിനെയാണ് ഇല്ലാതാക്കാൻ ശ്രമിച്ചത്. നിങ്ങളുടെ മാനം, നിങ്ങളുടെ ഇമേജ്, മറ്റുള്ളവർ നിങ്ങളെ കാണുന്ന രീതി, അതിനെല്ലാം മോശമാക്കണം. അതായിരുന്നു ഇവരുടെ പ്ലാനിങ്. ഇവർ ആഗ്രഹിച്ചത് ആരും നിങ്ങൾക്ക് റെസ്പെക്റ്റ് തരാൻ പാടില്ല. അങ്ങനെയാണ്. നിങ്ങളുടെ പേഴ്സണാലിറ്റി എന്താണെന്ന് മറ്റുള്ളവർക്ക് നല്ലപോലെ അറിയാം. നിങ്ങൾ സംസാരിക്കുന്നത് കുറച്ചാണ്, പക്ഷെ നിങ്ങളൊരു ആക്ഷൻ എടുക്കുന്നുണ്ടെങ്കിൽ അത് എല്ലാവർക്കും അതേപോലെ എടുക്കാൻ സാധിക്കത്തില്ല. ബാക്കിയുള്ളവർ അത് നോക്കി നിൽക്കും, നിങ്ങൾ എങ്ങനെ ഇത് ചെയ്തു എന്ന്. അതാണ് നിങ്ങളുടെ പല ആക്ഷൻസും മറ്റുള്ളവർ സംസാരിക്കാറുണ്ട്, എങ്ങനെ അവർക്കിത് സാധിക്കുന്നു എന്ന്. നിങ്ങൾക്ക് ഇത്രമാത്രം സാഹസികത വരുന്നതാണ് മറ്റുള്ളവർക്ക് നിങ്ങളോട് ഇത്ര ദേഷ്യം തോന്നാൻ കാരണം. നിങ്ങൾ ഗിൽറ്റായിട്ടിരിക്കത്തില്ല. എന്ത് കാര്യം നടന്നാലും അയ്യോ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ആയി പോയല്ലോ എന്ന് പറഞ്ഞ് ഗിൽറ്റ് അടിച്ചിരിക്കത്തില്ല. നിങ്ങൾ സാഹസികമായിട്ട് ആ ഒരു പ്രശ്നത്തെ എങ്ങനെ നമുക്ക് നേരിട്ട് അതിൽ നിന്ന് പുറത്തു വരാമെന്നാണ് നോക്കുന്നത്. മറ്റുള്ളവർക്ക് ചിലപ്പോൾ ഇത് സാധിക്കുന്ന വരത്തില്ല. അതുകൊണ്ടാണ് അവർക്ക് നിങ്ങളോട് ദേഷ്യം. ഇവിടെ 7 തൊട്ട് 8 വർഷത്തിനുള്ളിലാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ കാര്യങ്ങൾ മാറി മറിയുന്നത്. അതിൽ ഒരു പ്രാവശ്യം നിങ്ങളുടെ സ്വഭാവം എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായി. എല്ലാവരുടെ മുന്നിലും നിങ്ങളുടെ യഥാർത്ഥ സ്വഭാവം പുറത്തു വന്നു. അതായത് നിങ്ങൾ ഒരു സാഹസികരാണ്. നിങ്ങൾ ഒരിക്കലും കള്ളം പറയത്തില്ല. മറ്റുള്ളവർ നിങ്ങളോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇത്രമാത്രം ആത്മാർത്ഥതയും സത്യസന്ധതയും വേണ്ട എന്ന്. കാരണം നിങ്ങൾക്കത് പറ്റത്തില്ല. നിങ്ങൾ ആത്മാർത്ഥതയും സത്യസന്ധതയും കൊണ്ടുപോകുന്ന ആൾക്കാരാണ്. എത്ര ആൾക്കാർ പറഞ്ഞാലും നിങ്ങൾക്ക് കള്ളം കാണിക്കാൻ സാധിക്കത്തില്ല. ഇവിടെ യൂണിവേഴ്സിൻ്റെ ആ ഒരു എനർജി പറയുന്നത് നിങ്ങൾ എന്താണോ യൂണിവേഴ്സിനോട് ചോദിച്ചത് അത് യൂണിവേഴ്സ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട് ഈ ഒരു സമയം എന്നാണ്. മറ്റുള്ളവരോട് ഈ ഒരു വ്യക്തി നിങ്ങളുടെ ഇമേജിനെ കുറിച്ച് വളരെ മോശമായിട്ടും കള്ളവുമാണ് പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നത്. നിങ്ങൾ ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ വളരെ മോശം കാര്യങ്ങൾ ചർച്ച ചെയ്തു ഈ ഒരു വ്യക്തി മറ്റുള്ളവരോട് നിങ്ങളുടെ ഇമേജിനെ കുറിച്ച്. പക്ഷേ ഈ ഒരു സമയം എന്തെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്തോ ഒരു സക്സസ് ലഭിക്കുകയാണ്. അപ്പോൾ ഇവർക്ക് മനസ്സിലാവും ഇവരുടെ പ്ലാനിങ് എല്ലാം വീണ്ടും മോശമാവുകയാണല്ലോ എന്ന്. കാരണം ഇവർ എങ്ങനെയെങ്കിലും നിങ്ങളെ ഇമേജ് തകർക്കണമെന്ന് ചിന്തിക്കുന്നു. ദൈവം നിങ്ങൾക്ക് വീണ്ടും എന്തെങ്കിലും പിടിവള്ളി ഇട്ട് തരുന്നു അതിൽ പിടിച്ച് കയറാൻ വേണ്ടി. യൂണിവേഴ്സ് നിങ്ങളെ പവർഫുള്ളായിട്ടുള്ള എനർജിയിൽ നിർത്തുവാനാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ ഈ ഒരു വ്യക്തി നിങ്ങളെ ലോ എനർജിയിൽ നിർത്തണം. ഇവരുടെ കാൽ കീഴിൽ കിടക്കുന്ന ഒരു വസ്തുവോ അല്ലെങ്കിൽ മനുഷ്യനോ ആക്കി മാറ്റണം നിങ്ങളെ. അതാണ് അവർ ആഗ്രഹിക്കുന്നത്. അപ്പോൾ എന്തൊക്കെ ആയിട്ടുള്ള ആരോപണങ്ങളാണോ നിങ്ങളുടെ ഇമേജിനെ കുറിച്ച് ഈ ഒരു വ്യക്തി മറ്റുള്ളവരോട് പറഞ്ഞു കൊടുത്തത് അതെല്ലാം ഇപ്പോൾ ഇവിടെ തകരുവാൻ പോകുകയാണ്. നിങ്ങൾ എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലാവാൻ പോകുകയാണ്. ഒത്തിരി റെക്കഗ്നേഷൻസ് നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾക്ക് ഒത്തിരി സക്സസ്സും ലഭിക്കും. നിങ്ങൾ പ്രമോഷൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് പ്രമോഷൻ ലഭിക്കുന്നതാണ്. ചില ആൾക്കാർ സ്കോളർഷിപ്പിന് വേണ്ടി തയ്യാറെടുക്കുന്നുണ്ടെങ്കിൽ അതും ലഭിക്കുന്നതാണ്. ഇവിടെ ഈശ്വരൻ നിങ്ങൾക്ക് എന്തൊക്കെയോ തരുവാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് 777 ആ ഒരു എനർജി കൂടുതലായിട്ട് കാണാൻ സാധിക്കും. ഈശ്വരൻ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് തരണമെന്ന് ആഗ്രഹിച്ചാൽ അതിനെ തടസ്സപ്പെടുത്തുവാൻ ആർക്കും സാധിക്കത്തില്ല. ഇവിടെ എത്ര തന്നെ നെഗറ്റീവായിട്ടുള്ള ഊർജം നിങ്ങൾക്ക് നേരെ പ്രവർത്തിപ്പിക്കാൻ ശ്രമിച്ചാലും ഈ ഒരു വ്യക്തി അതൊന്നും നിങ്ങൾക്ക് നേരെ ഒന്നും തന്നെ ചെയ്യത്തില്ല. നിങ്ങൾക്ക് എന്താണോ പ്രാപ്തമാകേണ്ടത് അത് നിങ്ങൾക്ക് ഉറപ്പായിട്ടും പ്രാപ്തമാകുന്നതാണ്. ഈ ഒരു ഒറ്റ കാരണം കൊണ്ടാണ് എല്ലാ കാര്യങ്ങളും നേരായ വഴിയിൽ കൂടെ നിങ്ങൾക്ക് ലഭിക്കാതെ വളഞ്ഞ വഴിയിൽ കൂടെ ലഭിക്കുന്നത്. കാരണം നേരായ വഴിയിൽ കൂടെ നിങ്ങൾക്ക് ദൈവം എന്തെങ്കിലും തരികയാണെങ്കിൽ ഈ ഒരു വ്യക്തി അതിനെ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുക. അതുകൊണ്ടാണ് ദൈവം വളഞ്ഞ വഴിയിൽ കൂടെ ആയാലും നിങ്ങളുടെ അടുത്തേക്ക് ഓരോ കാര്യങ്ങൾ എത്തിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ നെഗറ്റിവിറ്റി ഇല്ല, പക്ഷെ നിങ്ങളുടെ ചുറ്റിലും നെഗറ്റിവിറ്റി ഉണ്ട്. പക്ഷെ അത് ആലോചിച്ച് നിങ്ങൾ വിഷമിക്കേണ്ട. ദൈവം അതെല്ലാം കാണുന്നുണ്ട്. അതിൽ നിന്നെല്ലാം നിങ്ങളെ സംരക്ഷിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിനെ കുറിച്ച് പല ഗോൾസും അച്ചീവ് ചെയ്യണം, സക്സസ്ഫുൾ ആവണം, അങ്ങനെ പ്ലാനിങ്ങോട് കൂടിയാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത്. നിങ്ങൾ എങ്ങനെയെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു മോശം സാഹചര്യമായിക്കോട്ടെ അതിനെ നല്ല സാഹചര്യമാക്കാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കും. നിങ്ങൾ എല്ലാ വ്യക്തികളോടും ഒരേ രീതിയിലാണ് പെരുമാറുന്നത്. ഇന്നവരോട് ഇങ്ങനെ, മറ്റവരോട് അങ്ങനെയല്ല. എല്ലാവരോടും നിങ്ങൾ ഒരേ രീതിയിലാണ് ഒരു ബന്ധം വയ്ക്കുന്നതും സംസാരിക്കുന്നതായാലും പെരുമാറുന്നതായാലും.
നമ്മുടെ സമൂഹത്തിലെ ഏതൊരു വ്യക്തിയായാലും ആഗ്രഹിക്കുന്നത് ഇതാണ്. അവരുടെ ആ ഒരു സംസാരം മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടണം. മറ്റുള്ളവർക്ക് തോന്നണം, ഈ വ്യക്തി സംസാരിക്കുന്നത് നല്ലതാണ്. ഇവരുമായിട്ട് ഇനിയും സംസാരിക്കാം എന്ന് തോന്നണം. അല്ലാതെ ഒരിക്കൽ സംസാരിക്കുമ്പോൾ തന്നെ ഇനി എനിക്ക് ഇവരോട് സംസാരിക്കേണ്ട എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള സംസാരമാണെങ്കിൽ പിന്നെ എന്താ ചെയ്യുക? പക്ഷെ നിങ്ങളോട് അങ്ങനെയല്ല. മറ്റുള്ളവരുടെ സംസാരം, അതായത് വീണ്ടും വീണ്ടും നിങ്ങളോട് സംസാരിക്കാൻ തോന്നും. ഇല്ലെങ്കിൽ ഇങ്ങോട്ട് നിങ്ങളോട് സംസാരിക്കാൻ വരും ആൾക്കാർ. കാരണം ഒരു വ്യക്തി ഇപ്പോൾ വളരെ മോശം സാഹചര്യത്തിൽ മോശം അവസ്ഥയിലാണ് ഇരിക്കുന്നതെങ്കിൽ നിങ്ങളോട് സംസാരിക്കുമ്പോൾ അവർക്കൊരു പോസിറ്റീവായിട്ടുള്ള ഫീല് ലഭിക്കും. ഈ വ്യക്തിയോട് സംസാരിച്ചപ്പോൾ ഞാൻ എൻ്റെ വിഷമങ്ങളൊക്കെ മറന്നു എന്ന് തോന്നൽ വരും. നിങ്ങളെപ്പോലൊരു വ്യക്തിക്ക് എവിടെയാണോ ദുഃഖവും ക്ലേശവും നിറഞ്ഞ സാഹചര്യം, അവിടെ ശാന്തിയും സമാധാനവും കൊണ്ടുവരാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കും. നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ദേഷ്യത്തിൽ ഒരു കൺട്രോൾ കൊണ്ടുവന്നു. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ പെരുമാറാൻ സാധിക്കുന്നത്. കാരണം നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. കുറച്ച് വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ കുറച്ച് മാസങ്ങളായിട്ട് നിങ്ങൾക്ക് നല്ലൊരു മെച്യൂരിറ്റി കൈവന്നിരിക്കുകയാണ്. ഇത് ലോകത്തിലെ പല പാഠങ്ങളും നിങ്ങൾ പഠിച്ചു. അതായത് ലോകത്തിലുള്ള ആൾക്കാർ എങ്ങനെയാണ്, അവരോട് എങ്ങനെയാണ് പെരുമാറേണ്ടത് എല്ലാം നിങ്ങൾ പഠിച്ചു. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ലക്ഷ്യസ്ഥാനത്ത് എത്താൻ വേണ്ടി പൊയ്ക്കൊണ്ടിരിക്കുന്നു. പക്ഷെ ഓരോ ആൾക്കാരും നിങ്ങൾ അവിടെ എത്താതിരിക്കാൻ വേണ്ടി ഓരോ തടസ്സങ്ങൾ അവിടെ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇവിടെ ആൾക്കാർ മാത്രമല്ല, സമയം, സ്ഥിതി എല്ലാം അങ്ങനെ തന്നെയാണ്. പക്ഷെ നിങ്ങൾ ഒറ്റയ്ക്കാണ് ഇതിനെല്ലാം നേരിടുന്നത്. ഇവിടെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകും, ദൈവമേ എനിക്ക് മാത്രം എന്താ ഇത്രയും വെല്ലുവിളികളും തടസ്സങ്ങളും, ഞാൻ ഇതിനെല്ലാം നേരിട്ട് മടുത്തു എന്ന്. പക്ഷേ നിങ്ങൾ ഇങ്ങനെ നേരിടുമ്പോഴാണ് നിങ്ങൾക്കൊരു ശക്തരാവുന്നത്, കൂടുതൽ ശക്തരായി മാറുന്ന അങ്ങനെയാണ്. അല്ലാതെ ചുമ്മാ ഇരിക്കുന്നവർക്ക് വെല്ലുവിളിയും തടസ്സങ്ങളും കൊടുക്കാൻ ദൈവത്തിന് വല്ല കാര്യമുണ്ടോ? നിങ്ങളെ കുറച്ചും കൂടെ ശക്തരാക്കണം. അതിനുവേണ്ടിയാണ് ഇതെല്ലാം നിങ്ങളുടെ ലൈഫിൽ തരുന്നത്. അതായത് എൻ്റെ ജീവിതത്തിൽ എന്ത് ചെയ്യണമെങ്കിലും ഞാൻ തന്നെ ചെയ്യണം, അല്ലാതെ വേറെ ആരും ചെയ്യത്തില്ല. അങ്ങനെ ഒരു കാര്യം നിങ്ങളുടെ ഉള്ളിൽ വരും. അത് കാരണം നിങ്ങൾ ഏത് പ്രശ്നത്തെയും നേരിടും, സാഹസികരായി മാറുന്നു. ഈ ഒരു സ്ഥാനം വരെ നിങ്ങൾക്ക് എത്താൻ കുറച്ച് കഷ്ടപ്പെടേണ്ടി വന്നു. കാരണം മറ്റുള്ളവർ നിങ്ങൾക്ക് വിഷമങ്ങൾ തന്നു. അതെല്ലാം നേരിട്ടാണ് നിങ്ങൾ ഈ ഒരു അവസ്ഥയിൽ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അത് വളരെ പെട്ടെന്ന് നിങ്ങൾ എത്തിയതല്ല, കഷ്ടപ്പെട്ടാണ് നിങ്ങൾ അവിടം വരെ എത്തിയത്. ഈ ഒരു കാര്യങ്ങളെല്ലാം ഒരു വിഷമം സഹിക്കുന്നവർക്ക് മാത്രമേ സാധിക്കത്തുള്ളൂ. അതായത് വെല്ലുവിളികളെയും തടസ്സങ്ങളെയും നേരിട്ട് സഹിച്ച് ക്ഷമിച്ച് മുന്നോട്ട് വരുന്നവർക്ക് മാത്രം ഇതൊക്കെ നേരിടാൻ സാധിക്കത്തുള്ളൂ. ഇത്ര ശക്തരായി മാറുവാനും സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ ഊർജവുമായിട്ട് നിങ്ങളുടെ ഊർജം മാച്ച് ചെയ്യത്തില്ല. കാരണം നിങ്ങൾ അത്രമാത്രം വിഷമങ്ങളും സഹിച്ചവരാണ് നിങ്ങളുടെ ലൈഫിൽ. അവർ ചിലപ്പോൾ ഇത്രമാത്രം ദുഃഖങ്ങളൊന്നും സഹിച്ചിട്ടുണ്ടാവത്തില്ല. ഒരു ദുഃഖം അങ്ങോട്ട് കൊടുക്കുന്ന വ്യക്തിയുടെ ഊർജവുമായിട്ട് ഈ ഒരു ഊർജ്ജം ഒരിക്കലും മാച്ച് ആവത്തില്ല. കാരണം നിങ്ങളാണ് ദുഃഖം അനുഭവിച്ച ആൾക്കാർ, നിങ്ങളാണ് അതിൽ നിന്ന് പാഠം പഠിച്ച ആൾക്കാർ. അപ്പോൾ നിങ്ങളുടെ ഊർജവുമായിട്ട് മാത്രമേ ഈ ഒരു എനർജി മാച്ച് ആവുകയുള്ളൂ. അപ്പോൾ ഈ ഒരു എക്സാമിൽ നിങ്ങളായിരിക്കും പാസ്സാവുന്നത്, അല്ലാതെ നിങ്ങൾക്ക് ദുഃഖം തരുന്നവരായിരിക്കത്തില്ല പാസ്സാവുന്നത്. പക്ഷെ ആ വ്യക്തികൾ നിങ്ങളെ ചുമ്മാ ടെൻഷൻ അടുപ്പിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ നിങ്ങൾക്ക് ടെൻഷൻ തരുമ്പോൾ അവർ മനസ്സിലാക്കുന്നില്ല നിങ്ങളുടെ ലൈഫിൽ ടെൻഷൻ തന്നിട്ട് അവരുടെ ലൈഫാണ് മോശമാകുന്നത് എന്ന്. ഇത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. ഒരു വ്യക്തി മറ്റൊരാളുടെ ലൈഫ് സ്പോയിൽ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എങ്കിൽ ദൈവം ഇത് കാണുന്നുണ്ട്. അപ്പോൾ ദൈവം എന്തായാലും അവർ ചെയ്ത ആ ഒരു കർമ്മത്തിൻ്റെ പോലെ അവർക്ക് ഉറപ്പായിട്ടും കൊടുക്കും. പക്ഷെ അവർക്ക് ദൈവം ഉറപ്പായിട്ട് അവസരം കൊടുക്കും, ഇനിയെങ്കിലും നിങ്ങളുടെ ലൈഫ് സ്പോയിലാക്കാതിരിക്കാൻ വേണ്ടി. പക്ഷെ ആ അവസരങ്ങളൊക്കെ അവർ കളഞ്ഞു കുടിച്ചിട്ട് വീണ്ടും നിങ്ങളുടെ ലൈഫിനെ സ്പോയിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് എങ്കിൽ ദൈവം ഉറപ്പായിട്ട് അതിനുള്ള ശിക്ഷ അവർക്ക് കൊടുക്കും. അപ്പോൾ ദൈവത്തിനറിയാം നിങ്ങളുടെ മുന്നോട്ടുള്ള ലൈഫിൽ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നതെന്ന്. പക്ഷേ ഈ വ്യക്തിക്ക് അറിയത്തില്ല. അതുകൊണ്ട് ഇവർ ഇങ്ങനെ ഓരോ പ്ലാനിങ് ചെയ്തുകൊണ്ടിരിക്കും, നിങ്ങൾക്ക് ടെൻഷൻ തന്നുകൊണ്ടിരിക്കും. പക്ഷേ ഒരു പരിധിയുണ്ട്, അത് കഴിയുമ്പോൾ ദൈവം ഉറപ്പായിട്ടും അതിനുള്ള പരിണിത ഫലം ഇവർക്ക് കൊടുക്കുക തന്നെ ചെയ്യും. അപ്പോൾ ഇവരുടെ ഈ ഒരു പ്രശ്നം കാരണം നിങ്ങൾ വിഷമിക്കരുത്. ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്, ദൈവം നിങ്ങളെ സംരക്ഷിക്കുന്നതാണ്. നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക, ആരെയും പേടിക്കേണ്ട. ഈ ഒരു വ്യക്തി മറ്റുള്ളവരെ നിങ്ങളിൽ നിന്ന് അകറ്റാൻ ശ്രമിക്കുന്നു, നിങ്ങളുടെ ഫ്രണ്ട്സിനെ, അടുത്തുള്ളവരെ എല്ലാം നിങ്ങളിൽ നിന്ന് അകറ്റാൻ ശ്രമിക്കുന്നു. പക്ഷേ ദൈവം വേറെ ഏതെങ്കിലും രീതിയിൽ കൂടെ നിങ്ങളോട് പുതിയ ആൾക്കാരെ അടുപ്പിക്കുന്നതാണ്. ഈ ഒരു ആൾക്കാർ നിങ്ങളെ വിട്ട് പോയെന്നും പറഞ്ഞ് ദൈവം നിങ്ങളെ വിട്ട് പോയിട്ടില്ലല്ലോ. ദൈവം ഉറപ്പായിട്ടും നിങ്ങളുടെ കൂടെയുണ്ട്. എത്രത്തോളം അന്യായം ഇവർ നിങ്ങളുടെ കൂടെ കാണിച്ചാലും അത്രത്തോളം ന്യായം ദൈവം നിങ്ങളുടെ കൂടെ കാണിക്കുന്നു.
ലൈഫിൽ പല സമയത്തും നിങ്ങൾ വിഷമിച്ച അവസ്ഥ വന്നിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ ദൈവത്തിലുള്ള വിശ്വാസം കളഞ്ഞില്ല. ഇപ്പോഴും നിങ്ങൾക്ക് നിങ്ങളുടെ ദൈവത്തിൽ വിശ്വാസമുണ്ട്. അതായത് എത്ര മോശം സിറ്റുവേഷൻ ആയാലും അവസാനം ആ ഒരു സിറ്റുവേഷനെല്ലാം എൻ്റെ ഫേവറിൽ വരുമെന്നുള്ള വിശ്വാസമുണ്ട്. മറ്റുള്ളവർക്ക് നിങ്ങളോട് ഇത്ര ഈർഷ്യ വരാൻ കാരണം നിങ്ങളുടെ ആ ഒരു പെരുമാറ്റമാണ്. നിങ്ങളുടെ ലൈഫിൻ്റെ കൺട്രോൾ നിങ്ങളുടെ കയ്യിലാണ്. ഇതൊക്കെയാണ് ഇവർക്ക് നിങ്ങളോട് ദേഷ്യം വരാൻ കാരണം. ഇവിടെ കുറേ ആൾക്കാർ നിങ്ങളെ തോൽപ്പിക്കാൻ വേണ്ടി ഒരു കൂട്ടം ആൾക്കാരായി മാറുന്നു. പക്ഷെ അവർക്കൊന്നും തന്നെ നിങ്ങളെ ചെയ്യാൻ സാധിക്കുന്നില്ല. ഇപ്പോൾ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കുമ്പോൾ നിങ്ങളുടെ ഭാഗം ശരിയായിരിക്കും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കും. ഓപ്പോസിറ്റ് വ്യക്തികൾക്ക് അത് ഇഷ്ടപ്പെടത്തില്ല. അപ്പോൾ അവരെല്ലാം കൂടെ ഒരു കൂട്ടമായിട്ട് നിന്ന് നിങ്ങളെ ആക്രമിക്കും. പക്ഷേ ലാസ്റ്റ് നിങ്ങളുടെ ഫേവറായിട്ട് തന്നെയായിരിക്കും ആ ആക്ഷൻ ഉണ്ടാവുന്നത്. നിങ്ങൾക്കെതിരെ പല ആൾക്കാരും ടീം ഉണ്ടാക്കുന്നു. നിങ്ങൾ പറയുന്നത് തെറ്റാണെന്ന് എല്ലാവരും കൂടെ ചേർന്ന് പറയണം, അങ്ങനെയൊക്കെ ടീം ഉണ്ടാക്കുന്നു. പക്ഷേ നിങ്ങൾ സത്യത്തിൻ്റെ മാർഗത്തിൽ നിൽക്കുന്നവരായതുകൊണ്ട് ലാസ്റ്റ് വരെ നിങ്ങൾ അതിൽ തന്നെ നിൽക്കും. അപ്പോൾ നിങ്ങളുടെ ഭാഗം തന്നെ വിജയിക്കും. ഇവരെല്ലാം തോറ്റും പോകും. ഇവിടെ നിങ്ങൾക്കെതിരെ പ്ലാനിങ് ചെയ്യുന്നത് ഒരാളായിട്ടല്ല കാണാൻ സാധിക്കുന്നത്. ഒത്തിരി ആൾക്കാർ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇത് എപ്പോഴാണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങളെ ആർക്കും തോൽപ്പിക്കാൻ സാധിക്കത്തില്ല. അപ്പോഴാണ് ഇവരെല്ലാം കൂടെ ചേർന്ന് ഒരു ടീമായിട്ട് നിങ്ങളെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ ലാസ്റ്റ് നിങ്ങൾ തന്നെ ജയിക്കും. അപ്പോൾ ഇവിടെ ഈ ഒരു റീഡിങ്ങിലൂടെ ദൈവം നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ ഒരിക്കലും തോറ്റിട്ടില്ല. ഞാൻ നിങ്ങളെ സംരക്ഷിക്കുന്നുണ്ട്. നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല ഇവരുടെ ഈ ഒരു കൂട്ടത്തെ കണ്ടിട്ട് എന്നുള്ള രീതിയിൽ നിങ്ങൾക്കൊരു സമാധാനം തരികയാണ് ഈ ഒരു റീഡിങ്ങിലൂടെ. അപ്പോൾ ഇതാണ് റീഡിങ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിങ്ങിലൂടെ. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.